പാകിസ്ഥാന് കൊടുക്കുന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യൻ നേവിയുടെ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് കണ്ടത്. ഇന്ത്യൻ നേവി സുസജ്ജമാണ്, ആയുധക്കരുത്ത് ഇന്ത്യൻ സേനയ്ക്കുണ്ട്, കറാച്ചിയെ തകർക്കാനുള്ള കരുത്തുണ്ട്, പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ മേഖലകൾ തകർക്കാനുള്ള കരുത്തുണ്ട് എന്ന് ലോകത്തോട് പറയുന്ന സുസജ്ജമാണ് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി ഈ പുറത്തുവിട്ടിരിക്കുന്നതാണ്. മാതൃഭൂമി ന്യൂസിലെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഏത് ഓപ്പറേഷനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ എത്രത്തോളം വലിയ ആഘാതമുണ്ടാക്കി എന്നത് വ്യക്തമാക്കുന്നത്. വസന്ത്, ഇപ്പോൾ ലാഹോർ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു, കറാച്ചി ആക്രമിക്കപ്പെട്ടു, ഇസ്ലാമാബാദ് ആക്രമിക്കപ്പെട്ടു, അവിടെ എയർബേസുകളിൽ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി. അതിനൊപ്പം തന്നെയാണ് നേവിയുടെ നമ്മുടെ സൈനികക്കരുത്ത് കൂടി വ്യക്തമാക്കിക്കൊണ്ട് ഈ വീഡിയോ കൂടി പങ്കുവയ്ക്കുന്നത്. ആ വീഡിയോ നൽകുന്ന സന്ദേശം ഈ മിഷൻ തുടരുകയാണ്, അടുത്ത ഓപ്പറേഷൻ ഞങ്ങൾ സജ്ജം. രതീഷ, രണ്ട് കാര്യങ്ങളാണ് സേന പറഞ്ഞത്. അതായത് ഇന്ത്യയുടെ എല്ലാ വ്യോമസേനാ താവളങ്ങളും, ഓൾ മിലിറ്ററി ബേസസ് എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ വ്യോമസേനാ താവളങ്ങൾ, എല്ലാ കരസേനാ താവളങ്ങൾ, ഇവയെല്ലാം തന്നെ സുരക്ഷിതമാണ്, സുസജ്ജമാണ് എന്നുള്ളതാണ് സേന നൽകുന്ന സന്ദേശം. അടുത്ത മിഷന്, അടുത്ത ഓപ്പറേഷന് ഞങ്ങൾ തയ്യാർ എന്നുള്ള വളരെ ശക്തമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ സേന പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും DGMO തലത്തിലുള്ള ചർച്ചകൾ വൈകിട്ട് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇന്ന് സേനാ മേധാവികളുടെ സേനാ വക്താക്കളുടെ വാർത്താ സമ്മേളനം നടന്നത്. അതായത് ഞങ്ങൾ എല്ലാ രീതിയിലും സജ്ജമാണ്, സന്നാഹങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഇന്ത്യയുടെ എല്ലാ വ്യോമസേനാ താവളങ്ങളും അതോടൊപ്പം തന്നെ കരസേനയുടെ താവളങ്ങളും സുസജ്ജമാണ്, സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സേന പുറത്തുവിടുന്ന സന്ദേശം. ഏതായാലും നാവികസേന അല്പസമയം മുമ്പ് പുറത്തുവിട്ട ആ ഒരു ദൃശ്യത്തിൽ നാവികസേനയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ദൃശ്യമാണത്. 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ദൃശ്യത്തിൽ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്നതാണ്. മിസൈലടക്കം നാവികസേനയിൽ നിന്നുള്ള അല്ലെങ്കിൽ കപ്പലിൽ നിന്നുള്ള പോർ വിമാനങ്ങളുടെ പോരാട്ടമടക്കമുള്ളവ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഒന്ന്, ഇന്ത്യ നടത്തിയത് ഭീകരർക്കെതിരെയുള്ള ആക്രമണമാണ്, പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയോ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമല്ല എന്നുള്ളതാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിട്ടുള്ളത്. ആവർത്തിച്ച് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ ഒരു സാധാരണക്കാരൻ പോലും ഇന്ത്യൻ സേനയാൽ ആക്രമിക്കപ്പെട്ടില്ല. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. ഭീകരരെ സഹായിക്കുന്ന പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ നടപടിക്ക് എതിരെയായിരുന്നു നമ്മൾ ഇടപെട്ടത്. പാകിസ്ഥാനിലെ എയർ ബേസുകൾ നമ്മൾ തകർത്തു. പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് സഹായം നൽകുന്ന കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ, തെളിവുകളാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. കറാച്ചിയിലെ ആക്രമണത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഈ വാർത്താ സമ്മേളനത്തിലുണ്ടാകുന്നു. മാലിർ വ്യോമത്താവളം ആക്രമിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നു. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ ആക്രമിക്കപ്പെട്ട ഓരോ എയർബേസിൻ്റെയും കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടെയാണ് സേന വാർത്താ സമ്മേളനം നടത്തിയത്. പാകിസ്ഥാൻ ചൈനീസ് മിസൈലുകൾ ഉപയോഗിച്ചു എന്ന വിവരം കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ്. PL-15 എന്ന ചൈനീസ് നിർമ്മിത ദീർഘദൂര മിസൈലാണ് ഇപ്പോൾ ആക്രമണത്തിന് പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്. PL-15 മിസൈൽ ഇന്ത്യൻ സേന തകർത്തു എന്ന വിവരം കൂടി പങ്കുവച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം. PL-15 മിസൈൽ 2021 എയർ ഷോയിൽ ഉണ്ടായിരുന്നു. ലോകത്തിന് മുന്നിൽ ചൈന അവതരിപ്പിച്ചതാണ്. 2015 മുതൽ ചൈനയുടെ സൈന്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന മിസൈലാണ്. പരമാവധി 200 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയുള്ള മിസൈലാണ്. അപകടകാരി എന്ന നിലയിൽ ചൈന ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച മിസൈലാണ്. ചൈനയുമായി ഉറ്റചങ്ങാത്തമുള്ള പാകിസ്ഥാന് ഈ ആയുധം ലഭിച്ചിട്ടുമുണ്ട്. ആ ആയുധമാണ് ചൈനീസ് നിർമ്മിത മിസൈലാണ് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത്. അതിനെ നമ്മൾ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു എന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ഫയർവാൾ തടയാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നതാണ് സേനാ വക്താക്കൾ വ്യക്തമാക്കുന്നത്. മൾട്ടി ലെയർഡ് വ്യോമ പ്രതിരോധ സംവിധാനം അത് ഫലം കണ്ടു. പുതുതായി നമ്മുടെ സേനയുടെ ഭാഗമായ, നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായ സംവിധാനങ്ങളും ഒപ്പം നിലവിലെ സംവിധാനങ്ങളും ഒക്കെ ഫലപ്രദമായി പ്രയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വ്യോമ പ്രതിരോധത്തിന് സേന വലിയ മുന്നൊരുക്കം നടത്തിയിരുന്നു. ഇന്ത്യയുടെ എല്ലാ വ്യോമത്താവളങ്ങളും ഇപ്പോൾ സേഫാണ്. ഇന്ത്യയുടെ എല്ലാ വ്യോമത്താവളങ്ങളും അവർ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും ആക്രമണങ്ങളെല്ലാം തടയാൻ നമ്മുടെ വ്യോമ പ്രതിരോധ സിസ്റ്റത്തിന്, മൾട്ടി ലെയർഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നതിനൊപ്പം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ അത് നാവികസേന പുറത്തുവിട്ട ആത്മവിശ്വാസം പകരുന്ന ദൃശ്യങ്ങളാണ്. പാകിസ്ഥാനിലെ ജനങ്ങളെ ആക്രമിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല, സാധാരണക്കാരെ ആക്രമിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല. ഭീകരവാദ കേന്ദ്രങ്ങൾക്കും അതിനെ സഹായിക്കുന്ന സൈന്യത്തിനുമെതിരായ നടപടിയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇനിയും ഓപ്പറേഷൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സൈനിക വക്താക്കളുടെ വാർത്താ സമ്മേളനം നടക്കുന്നത്. അല്പം മുമ്പാണ് വാർത്താ സമ്മേളനം അവസാനിച്ചത്. P. ബസന്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബസന്ത്, ഇനിയിപ്പോൾ DGMO തലത്തിലെ ചർച്ചകൾ നടക്കാൻ പോകുന്നു. അതിന് തൊട്ടു മുൻപാണ് പാകിസ്ഥാന്റെ ക്ലെയിമുകളെ എല്ലാം തകർത്തുകൊണ്ട് കൂടുതൽ ദൃശ്യങ്ങളും തെളിവുകളും ഒക്കെ പുറത്തുവിട്ടുകൊണ്ട് ഈ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാവി അത് മുന്നോട്ട് പോകും എന്ന് വ്യക്തമാക്കുമ്പോഴും ഇനി എങ്ങനെയാണ്
എന്നതിന്റെ സൂചനകൾ കൂടി ഈ വാക്കുകളിലുണ്ടോ, ഈ വാർത്താ സമ്മേളനത്തിലുണ്ടോ? തീർച്ചയായും ഇന്ത്യ എല്ലാ തരത്തിലും സജ്ജമാണ് എന്നുള്ളത് തന്നെയാണ്. ഭാവിയിലുള്ള ഏത് ആക്രമണത്തിനും ഇന്ത്യയുടെ എല്ലാ സേനാ വിഭാഗങ്ങളും തയ്യാർ എന്നുള്ള സന്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണം വരുത്തിയിട്ടുള്ള നാശനഷ്ടങ്ങൾ കൃത്യമായി വിവരിച്ചുകൊണ്ടുമാണ് സേനാ വക്താക്കളുടെ വാർത്താ സമ്മേളനം പുരോഗമിച്ചത്. വ്യോമസാവളങ്ങളിൽ ഇന്ത്യയുടെ ആക്രമണം തകർന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിലേറ്റവും നിർണായകമായത് റഹീമിയാർ ഖാനിലെ വ്യോമതാവളത്തിൽ ഉണ്ടായ റൺവേയിലെ ഗർത്തം തന്നെയാണ് അവർ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ നൂർഖാനിലെ സ്ഫോടനം. നൂർഖാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും വളരെ സുശക്തമായ വ്യോമതാവളങ്ങളിൽ ഒന്നാണ്. അതിൽ VVIP വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം സേനാ മേധാവി അസീം മുനീർ ഈ നൂർഖാനിലെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ അപ്പോൾ തന്നെ അദ്ദേഹത്തെ ബങ്കറിലേക്ക് മാറ്റുകയും ഈ വ്യോമാക്രമണം കഴിഞ്ഞ ശേഷം, അതായത് ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണം കഴിഞ്ഞ ശേഷമാണ് അസീം മുനീർ ബങ്കറിൽ നിന്നും പുറത്തു വന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഏതായാലും വളരെ ശക്തമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ സേനകൾ നൽകുന്നത്. അതിൽ വ്യോമ പ്രതിരോധം കറാച്ചി മുതൽ അത് ഇസ്ലാമാബാദ് വരെയുള്ള പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധം തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ 11 വ്യോമതാവളങ്ങൾ ആക്രമിച്ചു എന്നാണ് സേന വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, നാവികസേന തയ്യാറാണ് എന്തിനും എന്നാണ് നാവികസേനാ വക്താവും പറഞ്ഞിരിക്കുന്നത്. അതായത് നാവികസേന സുസജ്ജമായി തന്നെ അറബിക്കടലിൽ ഉണ്ട് എന്ന് വിളിച്ചോതുന്ന ഒരു ദൃശ്യവും അതേ നിമിഷം നാവികസേന പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 3 കരസേനയും നാവികസേനയും വ്യോമസേനയും ഇനിയും ഏത് മിഷനും തയ്യാറാണ്. വി ആർ റെഡി ഫോർ എനി മിഷൻ ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് ഇപ്പോൾ സേനാ വക്താവ് പറഞ്ഞത്. ഒരു താവളത്തിനും ഒരു കേടുപാടും പറ്റിയിട്ടില്ല, സുരക്ഷിതമാണ്, ഏത് ഓപ്പറേഷനും തയ്യാർ എന്നുള്ള തന്നെയാണ് ഇപ്പോൾ സേനാ വക്താക്കൾ നൽകുന്ന വിവരം. ഒരു ശക്തമായ മുന്നറിയിപ്പ് എന്ന നിലയിൽ കൂടി വാർത്താ സമ്മേളനത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. കര, നാവിക, വ്യോമസേനകൾ ഏത് ഓപ്പറേഷനും തയ്യാറാണ്, ഞങ്ങൾ സജ്ജരാണ്. നമ്മുടെ എയർബേസിന് ഒരിടത്തും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാന്റെ ആക്രമണത്തിന്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ചൈനീസ് നിർമ്മിത മിസൈലിനെ ഉൾപ്പെടെ തകർത്തു. വിവിധ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നൂർഖാൻ വ്യോമത്താവളത്തിൽ തിരിച്ചടിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. റഹീമിയാർ ഖാൻ വ്യോമത്താവളത്തിലെ തിരിച്ചടി ദൃശ്യങ്ങളുണ്ട്. റൺവേ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി ദൃശ്യങ്ങൾ തെളിവായി മുന്നിൽ വച്ചുകൊണ്ടാണ് നാവികസേനയുടെ കരുത്തുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ സംയുക്ത സൈനിക വാർത്താ സമ്മേളനം നടന്നത്. വൈകിട്ട് DGMO തലത്തിലുള്ള ചർച്ച നടക്കാൻ പോകുന്നു. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം ഔദ്യോഗികമായി നടക്കുന്ന ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നു, എന്തൊക്കെ ആണ് നമ്മൾ മുന്നോട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ധാരണയാകുമോ, അതിർത്തിയിലെ സൈനിക വിന്യാസത്തിൽ ഇളവിനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം DGMO തലത്തിലെ ചർച്ചയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പി. ബസ്നാൻ ഡൽഹിയിൽ നിന്ന് വിശദമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.